ഫ്ലാഷ് ബാക്ക്. ഞാൻ ഒരിക്കലും ഈ സാധനം 80,999 രൂപയ്ക്ക് ഇത് സാധനം റെക്കമെൻഡ് ചെയ്യൂല. അതിനുള്ളതൊന്നും ഇതിന്റെ അകത്തില്ല. നീയും തയ്ച്ചു വെച്ച ഒരു പ്രൈസ് നത്തിങ്ങിന്റെ ഫോൺ ഈ ചാനലിൽ വരൂലടെ, റിവ്യൂ ആയിട്ട് വരത്തില്ല. അവർക്ക് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ആ ഫോണിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും പറയാനില്ല. ആ പ്രൈസിന് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു പ്രോഡക്റ്റാണ്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അവർക്ക് ആ ഫോൺ തിരിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കാശ് കൊടുത്ത് ആ ഫോൺ മേടിക്കൂലടെ. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. പക്ഷെ അവരുടെ ഹെഡ്സെറ്റ് അതുപോലെ അല്ല കേട്ടോ. ഹെഡ്സെറ്റും പോളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു XM4ന്റെ ഒരു. എനിക്കൊരു XM4ന് ശേഷം ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റ് നത്തിങ്ങിൻ്റെയാണ്. നീ രക്ഷപ്പെട്ടു, അണ്ണനെ നിന്നെ അത്രയ്ക്ക് പിടിച്ചു. ഞാൻ പറയേ നമുക്ക് പറ്റൂല, അത്രേ ഉള്ളൂ. എനിക്ക് ഒരിക്കലും മറ്റേ കാശും കീശയെ വെച്ചിട്ട് വന്നിരുന്ന് ഉണക്കാൻ അത് പറ്റൂല. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് സാർ. തോളിലിരുന്ന് ചെവി തിന്നരുതെന്ന് മറ്റൊരു ചൊല്ലുമുണ്ട്. നമ്മളേതായി പറയും. ഇപ്പൊ അവര് ഫോൺ തന്നാലും ശരി, എന്തിനു തന്നാലും ശരി, എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റൂല എന്ന് കമ്പനി പറയുകയാണെങ്കിൽ ആ കമ്പനി ആയിട്ട് പോയി പണി നോക്കാൻ പറയും. ഞാൻ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ അമ്മേ.